നവ്യം കർക്കിടകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നവ്യ അഖിലേഷ്. ഇന്ന് നമ്മൾ പരമ്പരാഗതമായ കർക്കിടക ചികിത്സയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും പുതുമയുണർത്തുന്ന ആരോഗ്യയാത്രയാണ് കർക്കിടക മാസത്തിലുള്ളത്. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പഴമക്കാർ പറയുന്നത്. ആരോഗ്യ പരിചരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും കാലമാണ് കർക്കിടക മാസം. ആയുർവേദത്തിൽ ഋതുചര്യ എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മഴക്കാലമായതിനാൽ വർഷ ഋതുചര്യ അനുസരിച്ചുള്ള ചികിത്സയാണ് കർക്കിടകത്തിൽ ചെയ്യുന്നത്. മഴയുടെ തണുപ്പും ഊർജക്കുറവുമാണ് കർക്കിടകത്തിന്റെ പ്രധാന സ്വഭാവം. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നു. കർക്കിടക ചികിത്സയ്ക്ക് 2 മുഖങ്ങളുണ്ട്. രോഗങ്ങൾക്കുള്ള പ്രത്യക്ഷ ചികിത്സ, രോഗങ്ങൾ വരാതിരിക്കാൻ രോഗപ്രതിരോധ ചര്യകൾ, മഴക്കാലത്ത് ശരീരവേദനകൾ, ശ്വാസം മുട്ടൽ, സന്ധിവാതം തുടങ്ങിയവ കഠിനമാകാം. ഇത് തടയാൻ കർക്കിടകം ഒരു അനുയോജ്യ കാലമാണ്. ശരീരത്തിനുള്ള ബലവർധന, അണുബാധകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർക്കിടകത്തിലെ ഒറ്റമുത്ത് പ്രതീകമാണ് മരുന്ന് കഞ്ഞി. ജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഉലുവ എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന കഞ്ഞി ദഹനശക്തിക്ക് ഉത്തമമാണ്. ഒരു വർഷം മുഴുവനും ആരോഗ്യമുള്ളതായിരിക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആശ്വസിപ്പിക്കാൻ ഒരു പുനരാവർത്തനത്തിന്റെ ആരംഭമാണ് കർക്കിടകം. മറ്റൊരു കർക്കിടക വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.